Hi friends, welcome to Insigniya English. I am praseetha santhosh. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡു ആൻഡ് ഡസ് ആണ് ട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറീസ് ആണ് ഈ പറഞ്ഞ ഡുവും ഡസും. ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഡസ് എന്ന് പറയുന്നത് സിംഗുലേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിന് അർത്ഥം നോക്കേണ്ട ആവശ്യമില്ല ഡൂവിനും ഡസ്സിനും. അത് ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഡു ഡസ് നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ നമുക്കൊരു 9 സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്സിലറീസാണ്. രണ്ട് ഓക്സിലറീസാണ് ഈ പറയുന്ന ഡുവും ഡസ്സും. നമുക്ക് ആദ്യം ഡു പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഡു ആണ് പഠിക്കുന്നത്. അതിനുശേഷം ഡസ്സിലേക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇന്ന് അതായത് ആദ്യം നമ്മൾ ഡൂവിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഡൂവും ഡസ്സും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതായത് ഇഷ്ടങ്ങൾ. നമുക്ക് ഇഷ്ടങ്ങൾ ചോദിക്കണമെങ്കിൽ ഡൂവും ഡസ്സിലും ചോദിക്കാൻ പറ്റും. അതായത് ലൈക്ക് കേട്ടോ. ലവ്, നമുക്ക് സ്നേഹങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു ഡസ് ഉപയോഗിക്കാം. വാണ്ട്, അതായത് നമുക്ക് ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം വേണം എന്ന് ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോം തന്നെ ഉപയോഗിക്കാം ഡു ഡസ്. അത് കഴിഞ്ഞ് നീഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത്യാവശ്യം എന്നാണ്. ഈ അത്യാവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു ഡസ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകളാണ്. നമുക്കൊരു വ്യക്തിയുടെ കഴിവുകളെക്കുറിച്ച് ചോദിക്കണം, ഈ ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാം. അടുത്തത് വരുന്നത് പൊസഷൻസ് ആണ്. നമുക്ക് ഒരാളുടെ കൈവശം എന്തൊക്കെയുണ്ട്, അതായത് കാറുണ്ടോ അല്ലെങ്കിൽ മൊബൈലുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയണം. ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹാബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശീലങ്ങളാണ് കേട്ടോ. ശീലങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തിയുടെ ശീലങ്ങളെക്കുറിച്ച് ചോദിക്കണം. ശീലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്നും ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കണം. ഈ ഓപ്ഷനിൽ തന്നെ ഡു ഡസിൽ തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് KNOW നോയാണ് കേട്ടോ. അതായത് ഒരാളുടെ അറിവുകളെക്കുറിച്ച് ചോദിക്കണം. ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് നമുക്ക് ചോദിക്കണം. ഇതേ ഓപ്ഷനിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നീട് ഫാക്ട്സ്, വാസ്തവങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒരുപാട് വലിയൊരു ലിസ്റ്റ് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡു ഡസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്കതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒറ്റ വീഡിയോയിൽ എന്തായാലും ഇത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും അധികം കാര്യങ്ങളില്ലേ, ഒരു 8-9 എണ്ണമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ പഠിക്കാൻ പറ്റില്ല. ഒരെണ്ണം ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വേറെ ഒന്നായിട്ട് നമുക്ക് വേഗം പഠിച്ചെടുക്കാം കേട്ടോ. ആദ്യം വരുന്നതാണ് ലൈക്ക്, ഇഷ്ടം. നമുക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കണം. ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വസ്തു ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. നമുക്ക് ഡൂവിൽ ചോദിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡൂവിൽ ഞാൻ ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്, നമ്മൾ കൂടുതൽ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ, നിനക്ക് ഇപ്പോൾ ഐസ്ക്രീം ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നുള്ളതിന് അല്ലെങ്കിൽ നിനക്ക് എന്നൊക്കെ ഉള്ളതിന് യു ആണ്. യു പ്ലൂറലായതുകൊണ്ട് നമ്മൾ ഡു ഉപയോഗിക്കുന്നത് കേട്ടോ. അഥവാ അവിടെ ഷീയും ഹീയൊക്കെയാണ് വരുന്നെങ്കിൽ അത് സിംഗുലർ ആണ്. അതിൻ്റെ മുന്നിൽ ഡസ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു ഡസ് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ആദ്യം ഡു വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്ന് നമുക്ക് ചോദിക്കണം. നമ്മൾ ആദ്യം വസ്തുക്കൾ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കൂടാതെ പഠിക്കാൻ ഇഷ്ടമാണോ, എഴുതാൻ ഇഷ്ടമാണോ എന്നൊക്കെ ഇതിൽ ചോദിക്കാൻ പറ്റും. പക്ഷേ ആദ്യം നമുക്ക് വസ്തുക്കൾ ഇഷ്ടമാണോ എന്ന് നോക്കാം. നമ്മൾ ചോദിക്കുന്നത് എന്താണ്, നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഒന്നുമില്ല, ഡു വെച്ചിട്ടാണ് ചോദിക്കുക. അതുകൊണ്ട് ഡു നമ്മൾ മുന്നിൽ വെച്ചു. നിനക്ക് എന്നുള്ളതിന് യു, ഇഷ്ടം എന്നുള്ളതിന് ലൈക്ക്, ചോക്ലേറ്റ്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? യെസ് ഐ ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. നമ്മളൊരാളോട് ചോദിക്കുകയാണ് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? യെസ് ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഡു യു ലൈക്ക് കോഫി? നിനക്ക് കോഫി ഇഷ്ടമാണോ? യെസ് ഐ ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമാണ്. നിനക്ക് ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? യെസ് ഐ ലൈക്ക് ടീ. നിനക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ബ്ലാക്ക് കളർ? യെസ് ഐ ലൈക്ക് ബ്ലാക്ക് കളർ. ഡു യു ലൈക്ക് കാറുകൾ ഇഷ്ടമാണോ? യെസ് ഐ ലൈക്ക് കാർസ്.
ഇങ്ങനെ നമുക്ക് എത്ര സാധനങ്ങളുണ്ടോ, അതായത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കണം. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ബിരിയാണി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ബിരിയാണി? യെസ്, ഐ ലൈക്ക് ബിരിയാണി. ഇനി നമുക്ക് പറയേണ്ടി വരിക ഇല്ല കേട്ടോ, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല കേട്ടോ എന്നാണ് പറയണം. എങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ നോ എന്ന് പറയാം, നോ. പിന്നെ ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി കേട്ടോ. ഡു നോട്ടിൻ്റെ ഷോർട്ടാണ് ഡോണ്ട്. ഇല്ല, ഇഷ്ടമല്ല എന്നുള്ളതിന് വെറുതെ നോട്ട് ചേർക്കരുത്. ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നോ, ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി. നോ, ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി. ഡു യു ലൈക്ക് ഫ്രൈഡ് റൈസ്? നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് ഫ്രൈഡ് റൈസ്. ഡു യു ലൈക്ക് ബർഗർ? നിനക്ക് ബർഗർ ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് ബർഗർ. നമുക്കറിയാം ഈ ഡു നോട്ടിൻ്റെ കോൺട്രാക്ഷനാണ് ഡോണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വെച്ച് പറയാം, നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ സാധനങ്ങളെ കുറിച്ച് ചോദിച്ചത്. സാധനങ്ങളല്ലേ കൂടുതലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നൗണുകളാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ ഇഷ്ടമാണോ, എഴുതാൻ ഇഷ്ടമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരാളോട് ചോദിക്കേണ്ടത് നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ എന്നാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അതായത് ഡു യു ലൈക്ക് സ്റ്റഡി എന്ന് പറയരുത്, ഡു യു ലൈക്ക് ടു സ്റ്റഡി. ആ ടു ഒന്ന് വെച്ചോളൂ കേട്ടോ, സ്റ്റഡി പറയുന്നേക്കാളും മുമ്പ്, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു സ്റ്റഡി? നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് ടു സ്റ്റഡി. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. നിനക്ക് പോകാൻ ഇഷ്ടമാണോ? നിനക്ക് ഓഫീസിൽ പോകാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ഗോ ടു ഓഫീസ്? നിനക്ക് ഓഫീസിലേക്ക് പോകാൻ ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് ടു ഗോ ടു ഓഫീസ്. നിനക്ക് എഴുതാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു റൈറ്റ്? യെസ്, ഐ ലൈക്ക് ടു റൈറ്റ്. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. ഡു യു ലൈക്ക് ടു റീഡ് നോവൽസ്? നിനക്ക് നോവൽസ് വായിക്കാൻ ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് ടു റീഡ് നോവൽസ്. എനിക്ക് നോവൽസ് വായിക്കാൻ ഇഷ്ടമാണ്. ഡു യു ലൈക്ക് ടു ഈറ്റ് നോൺ വെജ്? നിനക്ക് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് ടു ഈറ്റ് നോൺ വെജ്. എനിക്ക് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നിനക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണോ? ഐസ്ക്രീം ഇഷ്ടമാണോ എന്നല്ല ചോദിക്കേണ്ടത്. ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഡു യു ലൈക്ക് ഐസ്ക്രീം മതിയായിരുന്നു. ഇവിടെ കഴിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഒരു വെർബ് അവിടെ വന്നു, ഈറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡു യു ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം? നോ, ഐ ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം. എനിക്കിഷ്ടമല്ല കേട്ടോ. ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് കോഫി? നിനക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് ടു ഡ്രിങ്ക് കോഫി. എനിക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമല്ല. ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് ടീ? ടീ കുടിക്കാൻ ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് ടു ഡ്രിങ്ക് ടീ. എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമല്ല. അതായത് നമ്മൾ ഇവിടെ വെർബ് വന്നു. ഇപ്പോൾ കുടിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ച കാരണമാണ് ഡ്രിങ്ക് വെച്ചത്, ടു ഡ്രിങ്ക് വെച്ചത്. ഇപ്പോൾ എപ്പോഴും കുടിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളതിന് ചോദിക്കുന്നതിന് പകരം ചായ കുടിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളതിന് പകരം ചായ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാലും മതി. ഡു യു ലൈക്ക് ടീ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ലൈക്ക് ടു വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡ്രിങ്ക് എന്നും കൂടി ആഡ് ചെയ്ത കാരണമാണ് ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് ടീ. നിനക്ക് ടീ കുടിക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടീ എന്ന് വെക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ആ സെൻറ്റൻസിൻ്റെ ലെങ്ത് ഒക്കെ ഒന്നൊന്ന് കുറയ്ക്കാം. നമ്മൾ മലയാളത്തിലും ഉണ്ടല്ലോ, ചായ കുടിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം, ചിലപ്പോൾ ചായ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. കുടിക്കാൻ എന്ന് പറയുമ്പോൾ കുടിക്കാൻ എന്നുള്ള വേർഡ് അവിടെ വെക്കണം, ടു ഡ്രിങ്ക് എന്നുള്ളത് അതിൽ വെക്കണം. അല്ലെങ്കിൽ എന്ത് വെക്കുക, അത് കട്ട് ചെയ്യുക, നേരെ ചായ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം കേട്ടോ. ഇതാണ് ലൈക്ക്. നമ്മുടെ ബാക്കിയുള്ള ഇനിയും ഒരു 5-8 കെടുക്കുകയാണ്. നമുക്ക് അടുത്തടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ഒരുപാട് ആവശ്യം വരുന്നൊരു കാര്യമാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ബേക്കറിയൊക്കെ ആലോചിക്കുക, എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇഷ്ടമാണോ എന്നുള്ളത്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക, അല്ലെങ്കിൽ അല്ല എന്ന് പറയുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട്. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം.